UAE പ്രഖ്യാപിച്ച വിലക്ക് ഇന്ത്യയിലെ പ്രവാസികൾക്കെന്ന പോലെ തന്നെ UAEയെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദുബായിയുടെ സ്വന്തം വിമാന കമ്പനിയായ എമിറേറ്റ്സിന് നഷ്ടമായത് ഒന്നും രണ്ടുമല്ല 22 ശതകോടിയാണ്. ഈ വാർത്ത ഏവരെയും ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ആ വാർത്ത ഉടൻ തന്നെ എത്തും. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് UAE വിലക്കേർപ്പെടുത്തിയത് വിമാന കമ്പനികൾക്കും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകോത്തര വിമാന കമ്പനിയായ ദുബായിയുടെ എമിറേറ്റ്സിന് 22 ശതകോടി ദിർഹമിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡ് കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം വിമാനയാത്രകൾ നിലച്ചതാണ് എമിറേറ്റ്സിന് തിരിച്ചടി നൽകിയത്. എന്നാൽ കരുത്തോടെ എമിറേറ്റ്സ് പ്രതിസന്ധികളെ മറികടക്കുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പറയുകയുണ്ടായി. ഇതുകൂടാതെ യാത്രാവിലക്ക് തുടരുന്നതിന്റെ ആശങ്കയിലാണ് ഒട്ടുമിക്ക വിമാന കമ്പനികളും. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് മുടങ്ങിയത് ബജറ്റ് എയർലൈൻസുകളെയാണ് കാര്യമായി ബാധിച്ചത്. യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യൻ സർവീസുകൾ മികച്ച നേട്ടം ഉറപ്പുവരുത്തുന്നതിനായി എയർ അറേബ്യ CEO ആദിൽ അലി വ്യക്തമാക്കി. ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് യാത്രാവിലക്ക് പ്രാബല്യത്തിൽ വന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നത് പ്രതീക്ഷ നൽകുന്ന ഘടകമാണെന്നും എയർ അറേബ്യ മേധാവി ആദിൽ അലി വ്യക്തമാക്കി. കോവിഡ് വ്യാപനം അമർച്ച ചെയ്യുകയും വ്യോമയാന മേഖല സാധാരണ നില വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന പ്രത്യാശയിലാണ് എയർ അറേബ്യ ഉൾപ്പെടെ UAE ബജറ്റ് എയർലൈൻസുകൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് 170 കേന്ദ്രങ്ങളിലേക്കായിരുന്നു എയർ അറേബ്യ സർവീസ് നടത്തിയിരുന്നത്. ആയതിനാൽ തന്നെ എത്രയും വേഗം ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് അവസാനിക്കണമെന്നാണ് വിമാന കമ്പനികൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദുരന്ത നിവാരണ സമിതിയും വിദഗ്ധരുമാണ് എപ്പോൾ സർവീസ് പുനരാരംഭിക്കണമെന്ന കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്ന് എയർ അറേബ്യ മേധാവി അറിയിച്ചു. അതേസമയം 2020 മാർച്ചിൽ 1.7 ശതകോടി ദിർഹമിന്റെ ലാഭം എന്ന കണക്കിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ 22.1 ശതകോടി ദിർഹമിന്റെ നഷ്ടത്തിലേക്ക് എമിറേറ്റ്സ്. വരുമാനം 66% ഇടിഞ്ഞു. കോവിഡ് കാരണം യാത്രകൾ നിലച്ചതും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതും തന്നെയാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷം ദുബായ് സർക്കാരിൽ നിന്ന് 11.3 ശതകോടി ദിർഹം മൂലധനമായി ലഭിച്ചിരുന്നു. വിവിധ വ്യവസായ പിന്തുണ പദ്ധതികൾ വഴി 800 മില്യൺ ദിർഹവും കണ്ടെത്തി. പ്രവർത്തനങ്ങൾ നിലനിർത്താനായി ഉപയോഗപ്പെടുത്തിയത് ഇതാണെന്ന് ചെയർമാൻ ഷെയ്ഖ് അഹ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം വ്യക്തമാക്കി. മൊത്തം തൊഴിലാളികളുടെ എണ്ണം 31% കുറഞ്ഞിരുന്നു. ലോകത്തെ പരസ്പരം സംബന്ധിപ്പിക്കുന്ന എമിറേറ്റ്സ് ശക്തമായി തിരിച്ചുവരുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. ഈ രംഗത്ത് മികച്ച സംഭാവന നൽകാൻ എമിറേറ്റ്സിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.